ഹായ് ഗൈസ്, കേരള ലെവൻഡർ സ്റ്റഡി സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 5 ഇയർ LLBക്കാർക്ക് ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടണമെങ്കിൽ എത്ര മാർക്കിനുള്ള സ്കോർ ചെയ്യണം എന്നതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, 2025 റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ 3 ഇയറുകാർക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 3 ഇയറുകാർക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു 3 ഇയർ LLB സീറ്റ് നമുക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെങ്കിൽ എത്ര ഒരു മാർക്ക് റേഞ്ചിനുള്ളിൽ വരണം? ഓക്കെ, അത് നിങ്ങളോട് കൺവേ ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു കൃത്യമായൊരു ഐഡിയ വേണം. നമുക്ക് എത്ര മാർക്കിനുള്ളിൽ എനിക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമ്മളെ പഠിച്ചു പോകാൻ നമ്മൾ. ഓക്കെ, എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടെന്നും ഏത് ലെവലിൽ നമ്മൾ പ്രിപ്പറേഷൻ, ഏത് ലെവലിലേക്ക്, ഏത് ഗ്രേഡിലേക്ക് പ്രിപ്പറേഷൻ പോകണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നല്ലപോലെ കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ മുൻപുള്ള പല വീഡിയോസിന് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് 3 ഇയർ എന്ന് പറയുമ്പോൾ നല്ല കോമ്പറ്റീഷനാണ്. PSCക്കാരുണ്ടാവും, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാർ വരും, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം നല്ല ഇൻ്റലിജൻ്റലി നോളേജ് ഉള്ള ആൾക്കാർക്ക്, അപ്പം നല്ല കോമ്പറ്റീഷനും. 5 ഇയറിൽ അപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. 3 ഇയർ അപ്ലിക്കൻസിൻ്റെ എണ്ണം അത്രയും ഉണ്ടാവില്ലെങ്കിലും ബട്ട് ഉള്ളവരുടെ ഇടയിൽ നല്ല കോമ്പറ്റീഷൻ. അപ്പോൾ നല്ലപോലെ പണിയെടുത്താൽ മാത്രമേ നമുക്കൊരു 3 ഇയർ LLB സീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്യൂറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 2025 റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഞാൻ ഒരു ഏകദേശം ബേസ് എഴുതി തരാം. ഞാൻ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നു, ഓരോ വർഷം തോറും റാങ്ക് ലിസ്റ്റുകളിൽ വ്യത്യാസം വരും ഇല്ലേ, കട്ട് ഓഫ് വ്യത്യാസം വരും, മാർക്കിൻ്റെ ഗ്രേഡ് വ്യത്യാസം വരും. ഞാൻ 2025 പേപ്പർ വെച്ച് പറയുന്നത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. 2026 വരും മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, സാറ് ആ വീഡിയോയിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇതിലിങ്ങനെ അല്ലല്ലോ, അങ്ങനെ പറഞ്ഞേക്കരുത്. ഞാനൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു അസംഷൻ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇല്ലേ. ഓരോ വർഷം കൂടുന്നവരും ഇപ്പോൾ 2026 എക്സാം ചിലപ്പോൾ നല്ല എളുപ്പമാണെങ്കിൽ മാർക്ക് എല്ലാവരെയും കൂടും, കട്ട് ഓഫ് ഉയരും. എക്സാം ടഫ് ആണെങ്കിൽ മാർക്ക് എല്ലാവരെയും കുറയും, കട്ട് ഓഫ് താഴും. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ, ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത്. ഞാനൊരു പോയിന്റ് കഴിയുമ്പോൾ ഞാൻ എന്താ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തരാം. ഞാൻ ഓക്കെ, റാങ്ക് ലിസ്റ്റ് വരട്ടെ, നിങ്ങളുടെ എക്സാമിൽ കഴിഞ്ഞിട്ടൊക്കെ ഞാൻ അപ്പോൾ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് 3 ഇയർ LLBക്ക് എത്ര ഏതൊക്കെ ഗവൺമെൻറ് കോളേജസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 4 ഗവൺമെൻറ് കോളേജ് നിങ്ങൾക്ക് അറിയാം. GLC ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ. ഓക്കെ, അതിൽ 4 ഗവൺമെൻറ് കോളേജുകളിലായി മൊത്തം 461 ഗവൺമെൻറ് മെറിറ്റ് സീറ്റുകളാണ് ഉള്ളത്. 461 ഗവൺമെൻറ് മെറിറ്റ്. അപ്പോൾ 461 റാങ്കിനുള്ളിൽ വന്നു കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് നമുക്ക് കിട്ടും. ബട്ട് ചില കാറ്റഗറീസിന് അതിനുള്ളിൽ വന്നാലും കിട്ടണമെന്നില്ല. ഞാൻ അതിൽ സബ്ജക്ട് ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് റിസർവേഷൻ അനുസരിച്ചിരിക്കും. പിന്നെ 16ഓളം പ്രൈവറ്റ് ലോ കോളേജസ് ഉണ്ട്. 3 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന 16 പ്രൈവറ്റ് ലോ കോളേജുള്ളൂ. ഇപ്പോൾ 5 ഇയർ ആണ് എല്ലാവരും ഉള്ളൂ. 5 ഇയറിൽ 28ഓളം പ്രൈവറ്റ് ലോ കോളേജ്, 3 ഇയർ ഒരു 16ഓളം പ്രൈവറ്റ് ലോ കോളേജസ് ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 2025 കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും എത്രത്തോളം മാർക്ക് വേണം. കറക്റ്റ് ഐഡിയ കിട്ടില്ല, ഏകദേശം ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 2025 റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കറുടെ മാർക്ക് എന്ന് പറയുന്നത് 276 മാർക്സാണ്. ഫസ്റ്റ് റാങ്കറുടെ മാർക്ക് കേട്ടോ, 360 ടോട്ടൽ കേട്ടോ. 360 276 ആയിരുന്നു ഫസ്റ്റ് റാങ്കറുടെ മാർക്ക്. സെക്കൻഡ് റാങ്കുകാരൻ്റെ മാർക്ക് 275, സിക്സ്ത് റാങ്കുകാരുടെ മാർക്ക് 270, 200ാമത്തെ റാങ്കുകാരുടെ മാർക്ക് 199, പിന്നെ 300ാമത്തെ റാങ്കുകാരുടെ മാർക്ക് 184. ഓക്കെ, അപ്പോൾ 276 കണ്ടോ, ആ ചേഞ്ച് വന്ന കണ്ടോ, 180. പിന്നെ 400ാമത് കിടക്കുന്ന ആളുടെ ആ മാർക്ക് എന്ന് പറയുന്നത് 173. 461ാമത് കിടക്കുന്ന റാങ്കുകാരൻ 168. അപ്പോൾ നമുക്കറിയാം 161 ഗവൺമെൻറ് മെറിറ്റ് സീറ്റാണുള്ളത്. 461 റാങ്കുകാരുടെ മാർക്ക് 168. അപ്പോൾ 276ഉം 168 ഇല്ലേ, ഏകദേശം 100 ഒരു റാങ്കിൻ്റെ ഒരു മാർക്കിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റാണ്. ഇതേപോലെ തന്നെ ആവണം, ഈ വർഷം ആവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റാങ്കറുടെ മാർക്ക് 276, 461ാമത് കിടക്കുന്ന റാങ്കുകാരുടെ മാർക്ക് 168. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ഇതിൻ്റെ ഏകദേശം എത്ര മാർക്ക് വേണം, അത് ഞാൻ പറഞ്ഞില്ല, കൃത്യമായിട്ടുള്ള അസംഷൻ നടത്താൻ പറ്റില്ല. ഞാൻ 5 ഇയറുകാരുടെ ഇടയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഐ തിങ്ക് ഒരു 90 to 100 കറക്റ്റ് ആൻസേഴ്സ്, ഒരു 90 to 100 കറക്റ്റ് ആൻസേഴ്സ് വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 90 to 100 കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 270 തൊട്ട് 300 മാർക്കിൻ്റെ ആ ഒരു ഗ്രേഡിലേക്ക് എത്തും. ഓക്കെ, 270 തൊട്ട് 300 മാർക്കിൻ്റെ ആ ഒരു ഗ്രേഡിലേക്ക്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, നിങ്ങളൊരു 90 to 100 കറക്റ്റ് ആൻസർ വരുത്തണം എന്നുള്ള ഒരു എയിമിൽ വെച്ച് പഠിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓൾവേസ് എയിം ഫോർ ദ ഫസ്റ്റ് റാങ്ക്. ഫസ്റ്റ് റാങ്ക് എയിം ചെയ്ത് പഠിക്കുക. ടോപ്പ് എയിം ചെയ്താൽ ടോപ്പ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ താഴത്തെ എയിം കിട്ടും.
ടോപ്പ് ചെയ്യുന്നത്. അതിൽ കുറഞ്ഞിട്ടുള്ള ഒരു മൈൻഡ് സെറ്റേ ഇല്ല. ഫസ്റ്റ് റാങ്ക് എയിം ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒരു 90 to 100 കാരണം നെഗറ്റീവ് മാർക്സ് ഏറ്റവും മിനിമം. നെഗറ്റീവ് മാർക്സ് ഏറ്റവും മിനിമം കേട്ടോ. നെഗറ്റീവ് മാർക്സ് ഇപ്പോൾ 90 എണ്ണം ശരിയാക്കി 30 എണ്ണം നെഗറ്റീവ് മാർക്സ് ആ പരിപാടിയല്ല ഇല്ലേ. നെഗറ്റീവ് മാർക്സ് ഏറ്റവും അത് 0, 0 അല്ലെങ്കിൽ ഒരു 1 അതിൽ മേളിലേക്ക് പോകരുത്. ഓക്കെ, 1 തന്നെ കൂടുതലാണ്. അപ്പോൾ നെഗറ്റീവ് മാർക്സ് ഏറ്റവും കുറവ് ഒരു 90 to 100 കറക്റ്റ് ആൻസേഴ്സ്. ഓരോ ക്വസ്റ്റിന് ഓരോ ആൻസറിന് 3 മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഒരു 90 to 100 കറക്റ്റ് ആൻസർ 270 തൊട്ട് 300 ആ ഒരു റേഞ്ചിലേക്ക് എന്ത് ചെയ്യും നമ്മൾ എത്തി നിൽക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എയിം ചെയ്ത് നിങ്ങൾ പഠിക്കുക 3 ഇയർ കാര്യം. അപ്പോൾ കേരള ലോ എൻട്രൻസ് 2026 3 ഇയർ പഠിക്കുന്നവർ നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ ഒരു 90 to 100 കറക്റ്റ് ആൻസർ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫിക്സ് അപ്പോൺ ചെയ്യും. ഓക്കെ, ദിസ് മേ ചേഞ്ച്. ഓക്കെ, സബ്ജക്റ്റ് ടു ചേഞ്ചസ് ഞാൻ പറയില്ല, ഓരോ വർഷത്തെ എക്സാം അതിൻ്റെ അനുസരിച്ച് മാറും. ബട്ട് ഒരു 90 to 100 കറക്റ്റ് ആൻസർ നിങ്ങളൊരു സേഫ് സോണിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ 90 to 100 കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒരു ഈസി ജോബൊന്നും അല്ല. ഓക്കെ, അത് നിങ്ങൾ ആദ്യം പറയും. നല്ലപോലെ പണിയെടുത്താൽ മാത്രമാണ് ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യാം. ടൈം ടേബിളെ പറ്റി വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക, പ്രിപ്പയർ. ഇനിയിപ്പോൾ ആ ടൈം ടേബിളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടൈം ടേബിളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് മുതിർന്ന ആൾക്കാരാണ് 3 ഇയറുകാരെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ എഴുതാൻ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരൊക്കെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. PSC പഠിക്കുന്നവരുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ സ്പൂൺ ഫീഡിങ്ങിൻ്റെ ആവശ്യമില്ല ഇല്ലേ, നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നതാണ്. അപ്പോൾ ഉഷാറായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ബാക്കി ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനൽ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ടെലഗ്രാം ചാനലിൽ ലിങ്കും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണ്. ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.